ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കിടാവാണ്. ലോകം കണ്ട നീതിമാന്മാരായ ഭരണാധികാരികളിൽ ഉമർ തങ്ങൾ കഴിഞ്ഞാൽ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന നേരത്താണ് വസല ഇലാ ഖൗലിഹി തആല, സൂറത്തു ഗാഫിറിലെ അല്ലാഹു പറയുന്ന നരകക്കാരെ പറയുന്ന ഒരു ഭാഗം എത്തിയിരിക്കുന്നു. ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ. നരകവാസികളെ കഴുത്തിൽ ചങ്ങലകൾ വെച്ച് വലിച്ചിഴക്കപ്പെട്ടു കൊണ്ടുവരികയും നരകവാസികളുടെ കഴുത്തിൽ ചങ്ങലകൾ മുറുക്കി വെച്ച് അവരെ വലിച്ചു കൊണ്ടുവരികയും നരകത്തിൽ കൊണ്ടുപോയി യുസ്ജറൂൻ കത്തിക്കപ്പെടുകയും ചെയ്യും. സജറ, സിഗരറ്റിന് സീജാറ എന്ന് അറബിയിൽ പറയാ. സീജാറ സിഗരറ്റ്. സജറ എന്ന് പറഞ്ഞാൽ കത്തിക്കാണ്. കത്തിക്കുന്ന യുസ്ജറൂൻ, നരകത്തിൽ അവരെ കത്തിക്കപ്പെടും എന്ന് പറഞ്ഞ ഭാഗം. യാ അല്ലാഹ്, അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഇതൊന്നും അല്ലാഹു വെറുതെ പേടിപ്പിക്കാൻ പറയല്ലോ. അല്ലാഹു അന്നാറു ഹഖ്ഖുൻ വ ഇന്നൽ ജന്നത ഹഖ്. സ്വർഗ്ഗം ഹഖാണ്, നരകം ഹഖാണ്. അല്ലാഹു അത് പടച്ചു വെച്ചിരിക്കുന്നു, ഇപ്പോഴും അത് നിലവിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയത്ത് ഓതിയപ്പോഴാണ് സൂറത്ത് ഗാഫിർ മുഴുവനായി ഓതി തീർക്കാൻ കഴിയാതെ, മറ്റൊരു സൂറയിലേക്കും പോവാൻ കഴിയാതെ നേരം പുലരുന്നവരെ രാത്രിയിൽ ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ ثم في الحميم ثم في النار يسجرون. നേരം പുലരുന്നവരെ ഓതിയിരുന്നത് ഈ രണ്ട് ആയത്തുകളാണ്. അത് ഓർത്തുകൊണ്ട് കരയുകയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ കലാമിൽ നരകത്തിന്റെ വിഷയങ്ങൾ പറയുന്ന, ഖിയാമത്തിന്റെ വിഷയങ്ങൾ പറയുന്നത് അധികവും അമ്മ സൂറത്തിന് താഴെയാണ്. നമുക്കൊക്കെ അറിയുന്ന ജുസ് അമ്മ സൂറത്ത് മുതൽ താഴെ ഖുർആനിന്റെ 30-ാമത്തെ ജുസ് ലോകാവസാനം ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. അതൊരു വലിയൊരു റിട്ടോറിക് ബ്യൂട്ടി ഉണ്ട്. ഖുർആൻ അവസാനിക്കുന്നത് ലോകാവസാനത്തെ കുറിച്ചാണ്. രണ്ടും അവസാനമാണ്. ലോകാവസാനത്തിന്റെ അനുഭവങ്ങളാണ് ഓരോ സൂറയും. അൽ ഖാരിഅതു മൽ ഖാരിഅ, പ്രകമ്പനമുള്ള ഘോരമായ ശബ്ദത്തോടുകൂടെ മഹാവിസ്ഫോടനം നടക്കുമ്പോൾ അല്ലാഹു തആല പറയാ അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു الناس കൽഫറാശിൽ മബ്ഥൂസ്. പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ ഗ്രാവിറ്റി പോലും നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യന്മാർ പരിത്തി പറക്കുന്ന പോലെ മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് ഗ്രാവിറ്റി നഷ്ടപ്പെട്ട് പറന്നു പോകുന്ന അള്ളാഹുവിന്റെ ഭയാനകമായ ഈ പ്രപഞ്ചത്തിൽ അവൻ വരുത്തി വെക്കുന്ന അന്ത്യനാളിന്റെ പ്രകടമായ അടയാളങ്ങളെ ഓരോന്നും കണിശമായി വിവരിക്കുന്ന സൂറത്തുകൾ അവിടെയുണ്ട്. പേടി വരാറുണ്ടോ അതൊക്കെ ഓർക്കുമ്പോ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها. അല്ലാഹുവിന്റെ ഭൂമിയിൽ നിരന്തരമായ ഭൂകമ്പം നടക്കുമ്പോൾ, തുർക്കിയിലെ ഭൂകമ്പം നമ്മൾ പറയാ തുർക്കിയിലല്ലേ, ഇറാനിൽ ഭൂകമ്പം, ഇന്തോനേഷ്യയിൽ സുമാർത്തയിൽ, ഇനി അതല്ല കോഴിക്കോട് ഭൂകമ്പം, ഫറൂഖിൽ ഭൂകമ്പം, പെരുമുഖത്ത് ഭൂകമ്പം, ഒലിപ്രങ്കടവിൽ ഭൂകമ്പം, കടലുണ്ടി നഗരത്തിൽ, കടലുണ്ടിയിൽ, പരപ്പനങ്ങാടിയിൽ, ചെട്ടിപ്പടിയിൽ, ഇങ്ങനെ അങ്ങ് ആലോചിച്ചു. അങ്ങനെയാ ഖിയാമത്ത് നടക്കുക. സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. മനുഷ്യന്മാർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു രംഗം, ഭൂമിയാകെ പ്രകമ്പനം കൊണ്ട് ഇളക്കി മറിക്കപ്പെടുന്നൊരു നേരം, എല്ലായിടത്തും ഭൂകമ്പം. ഇതൊക്കെ പറയുന്ന സൂറത്തുകൾ എത്രയാണ് നമ്മൾ കേൾക്കുന്നത്, എത്രയാ ഓതിപ്പോകുന്നത്? ഹൃദയത്തിനുള്ളിലേക്ക് അങ്ങനെ ഒരു ഭയപ്പാട് വരാറുണ്ടോ? അള്ളാഹുവിന്റെ വചനങ്ങളല്ലയോ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്? ആ വചനങ്ങൾ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ അതിന്റെ ആശയം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ? ഇതാണ് വിഷയം. ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ
ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ. ഈ രണ്ട് ആയത്തുകളിൽ ഒരു രാത്രി മുഴുവനും ചെലവഴിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. റമളാനിന്റെ അവസാനത്തെ രാവിലാണല്ലോ, റമളാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ഒരു രാത്രിയിലാണ്, ഖദറിന്റെ രാവിലാണ് അല്ലാഹുവിന്റെ കലാം ഏഴാനാകാശത്തിനപ്പുറത്ത് കിടക്കുന്ന ലൗഹൽ മഹ്ഫൂദ് എന്ന അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു കൊണ്ടുവന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഭൂമിയിലേക്ക് വന്നതല്ല. ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ചല്ല ആ സൂറത്തിൽ പറയുന്നത്. ഭൂമിയിലേക്ക് വന്നത് റമളാനിലാണ്. പക്ഷേ ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന സൂറത്തുകൾ വിശുദ്ധമായ സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 ആയത്തുകൾ കൊണ്ട് ഇറക്കി കൊടുക്കുന്നത് റമളാനിൽ തന്നെയാണ്. പക്ഷേ 27-ാം രാവിനല്ല, റമളാനിന്റെ 24-ാം രാവിലാണ് ഇഖ്റ നിബിധങ്ങൾക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഖുർആൻ ഒന്നാകെ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഒന്നി നിന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഒന്നിലേക്ക് എത്തിയാൽ ഭൂമിയിലേക്ക് എത്തിയത് പോലെയല്ലേ? ലാൻഡ് ചെയ്താ പറയില്ലേ നാട്ടിലെത്തി, അവിടുന്ന് പിന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ വയനാട്ടിൽ എത്താനുണ്ടാവും ചിലപ്പോൾ ഒരു പാസഞ്ചർക്ക്. അപ്പോ എന്നാലും പറയും നാട്ടിലെത്തി. ഒന്നാം ആകാശത്തെത്തിയില്ലേ, അവിടുന്ന് ഭൂമിക്ക് അവിടുന്ന് വരുന്ന ദൂരല്ലല്ലോ ലൗഹുൽ. അതുകൊണ്ടാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന് ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലല്ല, അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. പക്ഷേ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിൽ അല്ലെങ്കിലും വിശുദ്ധ റമളാനിൽ തന്നെയാണ്. റമളാൻ 24-ന് ഖുർആൻ ഇറങ്ങി. ആ വിശുദ്ധമായ ഗ്രന്ഥം നമ്മൾ പരിചയപ്പെടുമ്പോൾ, ആയത്തുകൾ ഓതിപ്പോകുമ്പോൾ ചില ആയത്തുകൾ നിർത്തി ഒരുപാട് തവണ ആവർത്തിച്ച് ഓതുന്ന കാര്യങ്ങളെ കാണും. ചില ഓതുന്ന ഖിറാഅത്തിന്റെ ആലിമീങ്ങൾ ഓതിയിട്ട് കരഞ്ഞുകൊണ്ട് അവർ ഓതിക്കൊണ്ടിരിക്കും. അർത്ഥമറിയുമ്പോൾ കരച്ചിൽ വരും, തൊണ്ടയിടറും, പൊട്ടിക്കരയാൻ തോന്നും. അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതുമ്പോൾ ഫബ്കൂ, നിങ്ങളൊന്ന് കരയണേ. ഇത് തങ്ങൾ പറയുകയാണ്, വഇല്ലം തബ്കൂ ഫതബാകൂ, കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കരയുക തന്നെ വേണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ വചനം ഓതുമ്പോൾ കരയാൻ പറഞ്ഞിട്ടുണ്ട്. കരച്ചിലിന്റെ രീതിയിലാണ് ഖുർആനിന്റെ പാരായണം നടക്കുന്നത്. അപ്പോഴാണ് ഖൽബിന്റെ ഉള്ളിലേക്ക് ആ ആശയങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത്. നമ്മുടെ ഹൃദയം ഭൗതികമായ ചിന്തകളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ആ ഭൗതികതയിൽ നിന്ന് അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അഭൗതികമായ അല്ലാഹുവിന്റെ കലാമ് തന്നെ ഇടപെടണം. അപ്പോഴാണ് ഖൽബിന് അല്ലാഹു സമാധാനം നൽകുന്നത്. ആ കലാമുമായി ഒരുപാട് ഇടപെടാനുള്ള സമയം അല്ലാഹു നമുക്ക് നൽകട്ടെ.